കാസർഗോഡ് പൈവെളികയ്ക്ക് സമീപം കുരുടപ്പദവിൽ വീട്ടിൽ കവർച്ച 110 ഗ്രാം സ്വർണവും 20,000 രൂപയും കവർന്നു. വീട്ടുകാർ ക്ഷേത്ര ദർശനത്തിന് പോയപ്പോഴാണ് കവർച്ച നടന്നത്. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുരുടപ്പദവ് സായയിലെ സുബ്രായയുടെ വീട്ടിലാണ് 110 ഗ്രാം സ്വർണവും 20,000 രൂപയും അലമാരയിൽ വെച്ചിരുന്ന ആഭരണം ഉൾപ്പെടെ മോഷണം പോയത്. മാർച്ച് 9-നും 11-നും ഇടയിലാണ് ഈ മോഷണം നടന്നതെന്ന ഒരു സംശയമാണ് ഈ സുബ്രായക്കുള്ളത്. കാരണം 9-ാം തീയതി സുബ്രായയും ഭാര്യയും ഇവിടെ നിന്ന് കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയിരുന്നു. 11-ാം തീയതി തിരിച്ചെത്തി. 25-ാം തീയതിയാണ്, മാർച്ച് 25-നാണ് ഇങ്ങനെ സ്വർണം മോഷണം പോയി എന്ന ഒരു കാര്യം ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ വീടിൻ്റെ താക്കോൽ സൂക്ഷിക്കുന്നത് ഈ മുറിയിലാണ്. ഇവിടെ നിന്നും ആരോ ഒരാൾ താക്കോൽ എടുത്ത് അകത്ത് കയറി അലമാര തുറന്നു എന്നുള്ള ഒരു സംശയമാണ് സുബ്രായക്കുള്ളത്. കാരണം അത് സംബന്ധിച്ച് പോലീസിൽ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വന്നു. പോലീസ് ഒരു പ്രാഥമിക പരിശോധന നടത്തിയിരുന്നെങ്കിൽ പോലും തുടർ നടപടികൾ ഉണ്ടായില്ല എന്ന ഒരു പരാതി കുടുംബത്തിനുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ മഞ്ചേശ്വരം പോലീസ് എഫ്ഐആർ ഇട്ട് വീണ്ടും അന്വേഷണം നടത്തുന്നത്. സുബ്രായ ഇപ്പോൾ ഇവിടെയുണ്ട്. ചേട്ടാ, ഇത് എപ്പോഴാണ് ഈ ഒരു മോഷണം നിങ്ങളുടെ ശ്രദ്ധ? മോഷണം 9-ന് നമ്മൾ അമ്പലത്തിന് പോയി. ഇവിടുന്ന് 10-ാം തീയതി ആടെ സ്റ്റേ ചെയ്ത് 11-ന് ഇവിടത്തേക്ക് എത്തി വയ്യേക്ക്. അപ്പോൾ ഏകദേശം ഇത് 10-ാം തീയതിയാണ് നടന്നത്. അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് എത്തുമ്പോൾ നമുക്കൊന്നും ഡൗട്ടില്ല, ഒന്നും സാധനം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടില്ല. ഏടെ താക്കോലുണ്ട്, ആടെ തന്നെ ഉണ്ടായി. കീ ഏടെ വെച്ച് ആടെ തന്നെ ഉണ്ടായി. സ്വർണ്ണം നഷ്ടപ്പെട്ട ഇത് 10 ദിവസം പോയിട്ട് 25-നാണ് ഇവിടെ സ്റ്റേഷനിലേക്ക് പോയിട്ട് അതെ കംപ്ലയിൻറ്റ് കൊടുത്തു. അന്ന് പോലീസ് വന്നിട്ട് ഒന്ന് ഇത് അതിൽ പിന്നെ ഒന്നും നടപടിയില്ല. 30-ാം തീയതി കൈകൊണ്ട് എഴുതിയിട്ട് കൊടുത്തു കംപ്ലയിൻറ്റ്. അന്ന് SI എല്ലാം വന്നിട്ട് ഇവിടെ ഇത് അന്വേഷിച്ച് അങ്ങനെ 3-ാം തീയതി ഞാൻ ഈ ഡൗട്ടുള്ള ആളെ ഒന്ന് ആടെ എഴുതിയിട്ട് കൊടുത്തു. ഇങ്ങനത്തെ സംശയം ഉണ്ടായി. അങ്ങനത്തെ ആളെ എഴുതിയിട്ട് കൊടുത്തു. ഒന്നും നടപടി എടുത്തില്ല. പിന്നെ ഇലക്ഷൻ വന്ന് അപ്പം പിന്നെ SI അല്ല, വൈഷ്ണവ് പോലീസ് അയാൾ പിന്നെ വിളിക്കാമെന്ന് എഫ്ഐആർ ഇട്ട് നിങ്ങൾ SP ക്ക് കൊടുത്തിട്ട്. അതായത് ഈ ഷെൽഫ്, ഈ അലമാരയിലായിരുന്നു സ്വർണവും പണവും സൂക്ഷിച്ചിരുന്നത്. കാരണം ഇതിൻ്റെ താക്കോൽ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് എടുത്ത് തുറന്ന് ആഭരണം എടുത്ത് കൊണ്ടുപോയി എന്നായിരുന്നു പറഞ്ഞത്. 20,000 രൂപയും നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വലിയൊരു കവർച്ച എന്ന് തന്നെ പറയാം. കാരണം വീട്ടിൽ നിന്നും അലമാരയിൽ നിന്നും ഈ സ്വർണം എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ യാതൊരുവിധ സംശയവും ആർക്കും തോന്നാത്ത വിധത്തിലാണ് ഈ ഒരു കളവ് നടന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ പിടിക്കണം, സ്വർണം തിരികെ ലഭിക്കണമെന്നൊരാവശ്യമാണ് സുബ്രായക്കും കുടുംബത്തിനുമുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.